വെൽക്കം സ്റ്റുഡൻസ്. നമുക്ക് പഠിക്കാനുള്ളത് മോഡ്യൂൾ 1 ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അതിൻ്റെ ബേസിക് പാർട്ടായ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ബേസിക്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, DC പാരാമീറ്റേഴ്സ്, AC പാരാമീറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ റെഫർ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് തിയറി എന്ന ബുക്കിൽ നിന്നാണ്. ബോയിൽസ്റ്റഡ് എന്ന ഓതറിൻ്റെതാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് സെക്ഷനാണ്. സെക്കൻഡ് സെക്ഷന് ബുക്ക് ഫോർ സ്റ്റഡി രമാകാന്ത് ഗേക്വാദിൻ്റെ ഓപ്പ് ആൻഡ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന ബുക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ആംപ്ലിഫയർ എന്ന് നോക്കാം. An amplifier is an electronic device or circuit which is used to increase the magnitude of the signal applied to its input. However, not all amplifier circuits are the same, as they are classified according to their circuit configurations and modes of operation. In electronics, small signal amplifiers are commonly used devices as they have the ability to amplify a relatively small input signal from a sensor such as photo device into much larger output signal to drive a relay or lamp or loudspeaker. There are many forms of electronic circuits classified as amplifiers, from operational amplifiers and small signal amplifiers up to large signal and power amplifiers. The classification depends on the size of the signal, large or small, its physical configuration, and how it processes the input signal. That is the relationship between input signal and current flowing in the load. അപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ ആംപ്ലിഫയറിനെ ടൈപ്പ് ഓഫ് സിഗ്നൽ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ സ്മോൾ സിഗ്നലിനോ ലാർജ് സിഗ്നലിനോ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ ആണെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഉണ്ട്. ഇനി അതല്ലാതെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ ക്ലാസ് എ ബി ആംപ്ലിഫയർ, മറ്റൊന്നാണ് ക്ലാസ് സി ആംപ്ലിഫയർ. ഇനി ഫ്രീക്വൻസി ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്കിൽ ഡയറക്റ്റ് കറണ്ട്, ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അറിയാം. ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, അതിലൊരു ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്, കളക്ടർ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്താണ് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആംപ്ലിഫയേഴ്സ് ക്യാൻ തോട്ട് ഓഫ് ആസ് എ സിമ്പിൾ ബോക്സ് or a block containing the amplifying device such as bipolar transistor, field effect transistor or operational amplifier which has two input terminals and two output terminals. ഒരു ഐഡിയൽ ആംപ്ലിഫയറിന് മെയിൻ ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് ആൻഡ് ഇറ്റ്സ് ഗെയിൻ. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഓഫ് കോഴ്സ് ആംപ്ലിഫിക്കേഷൻ, commonly known as gain, are the 3 main properties. No matter how complicated an amplifier circuit is, the general amplifier model can still be used to show the relationship of these 3 properties. ഇതൊരു ഐഡിയൽ ആംപ്ലിഫയറിൻ്റെ മോഡലാണ്. ഈ മെയിൻ 3 പ്രോപ്പർട്ടീസും കാണിക്കുന്ന രീതിയിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഗെയിൻ കാണിച്ചിട്ടുണ്ട്. പിന്നെന്നത് ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും. An operational amplifier or an op-amp is a very high gain differential amplifier with a high input impedance and low output impedance. അപ്പോൾ നമുക്ക് മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയ ഗെയിനിൻ്റെയും ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ ഡിഫൈൻ ചെയ്യാം. It is a very high gain differential amplifier with a high input impedance and low output impedance. അപ്പം typical uses of an operational amplifier are to provide voltage amplitude changes, oscillators, filter circuits and many type of instrumentation devices. അപ്പോൾ ഈ ഒരു വളരെ വലിയ ഒരു വോൾട്ടേജ് ഗെയിൻ കിട്ടാനായിട്ട്
ഒരു ഓപ്പാം എന്ന് പറയുന്നത് ഒന്നിലധികം ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ചേർന്നിട്ടാണുള്ളത്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്ക് കാണാം ഇതിന് 2 ഇൻപുട്ട് ഉണ്ട്. 2 ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിലേക്കാണ് 2 ഇൻപുട്ടും പോകുന്നത്. അതുപോലെ കളക്ടറിൽ നിന്നുമാണ് ഔട്ട്പുട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പാമ്പിൻ്റെ സിമ്പിളാണിത്. അപ്പോൾ ഒന്ന് നമുക്ക് ഇൻവെർട്ടിംഗ് ഇൻപുട്ടായിട്ടും മറ്റൊന്ന് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടായിട്ടും കണക്കാക്കാം. പിന്നെ പവർ സപ്ലൈ plus VCC and minus VCC, then the output. The figure shows that a basic op-amp with 2 inputs and 1 output using differential amplifier input stage. Each input results in either the same or an opposite polarity output depending upon the signal. അപ്പോൾ ഇതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സിമ്പിളാണ്. IC741 നിങ്ങൾ ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ഇൻവെർട്ടിംഗ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ആണ്, മറ്റൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറാണ് 627 എന്ന് പറയുന്ന നമ്പറിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയണം ഓപ്പ്-ആംപ് സിമ്പിളിനെ പറ്റി. When the connected to appropriate power supplies, an op-amp produces an output voltage that is proportional to the difference between the input voltage at inverting and non-inverting input. That is Vout equal to A0 times V plus minus V minus, where A0 is the open loop gain of the op-amp. അപ്പോൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് സ്റ്റേജിൽ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽസ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ട് ആൻഡ് finally output stage. The first stage gives the most of the gain and high input impedance. The succeeding stages provide further amplification. Some DC voltage is present at the output of intermediate stage. This DC is removed by level shifter. The final stage provides power amplification and low output resistance. അപ്പോൾ ഇവിടെ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് കൊടുത്താൽ അതിനെ ഡ്യുവൽ ഇൻപുട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഡ്യുവൽ ഇൻപുട്ട് മോഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇൻപുട്ട് സ്റ്റേജിലുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് മോസ്റ്റ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ഓപ്പ്-ആംപ് ആൻഡ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ വീണ്ടും ഡ്യുവൽ ഇൻപുട്ടാണുള്ളത്. ഇവിടെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആൻഡ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2 ഔട്ട്പുട്ടും നമ്മൾ എടുക്കുന്നതാണ്. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ടേ എടുക്കുന്നുള്ളൂ എങ്കിൽ. അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ 2 ഔട്ട്പുട്ടും എടുത്തിട്ടുണ്ട്, അതായത് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നിന്നും ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ടിലേക്ക് ഒരു ഔട്ട്പുട്ടേ എടുത്തിട്ടുള്ളൂ, ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഫൈനലി ദ ലെവൽ ഷിഫ്റ്ററിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് റേസസ് ദ കറണ്ട് സപ്ലൈ capability ഓഫ് ദ op-amp ആൻഡ് ലോ റെസിസ്റ്റൻസ് ടു ദി ലോഡ്. സിംഗിൾ മോഡ് അല്ലെങ്കിൽ ഡ്യുവൽ ഇൻപുട്ട് ആൻഡ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ 4 ടൈപ്പാണുള്ളത്. ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡ്യുവൽ ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, single input balanced output and single input unbalanced output. When output is taken between the collectors, it is balanced output since both the collectors are at the same DC potential. When the output is taken from one collector, it is called unbalanced output. It contains DC also. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണിത്. റിപ്പീറ്റിംഗ് the same thing. Notice that the circuit has 2 separate inputs and 2 separate outputs, and that the emitters are connected together. Whereas many differential amplifier circuits use separate voltage supplies, the circuits can also operate using a single supply. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെയാണ് വരിക? ഒരു ഇൻപുട്ട് സിഗ്നൽ ഒരു എൻഡിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ, മറ്റേ എൻഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ സിംഗിൾ എൻഡ് എന്ന് വിളിക്കാം. ഇനി 2 ഡിഫറെൻറ്റ് സിഗ്നൽസ് 2 ഇൻപുട്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബിൾ എൻഡ് എന്ന് വിളിക്കാം.
ഒരേ സിഗ്നൽ തന്നെ രണ്ട് ഇൻപുട്ടിലേക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കോമൺ മോഡ് എന്നും വിളിക്കാം. ഇനി സിംഗിൾ എൻഡഡ് ഓപ്പറേഷന് സിംഗിൾ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ്. ഹൗവർ, ഡ്യൂ ടു ദ കോമൺ എമിറ്റർ കണക്ഷൻ ദ ഇൻപുട്ട് സിഗ്നൽ ഓപ്പറേറ്റ്സ് ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് റിസൾട്ടിങ് ദ ഔട്ട്പുട്ട് ഫ്രം ബോത്ത് ദ കളക്ടേഴ്സ്. ഇതാണ് സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ. ഇത് രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ സിഗ്നൽ കൊടുക്കുക, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ സിഗ്നൽ കൊടുക്കുക, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുക. ഇത് രണ്ടും പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മോഡലാണിത്. ഇവിടെ നമുക്ക് കാണാം VI1 എന്ന് പറയുന്ന ഒരു സിഗ്നലേ കൊടുത്തിട്ടുള്ളൂ, VI2 ഗ്രൗണ്ട് ചെയ്തിട്ടാണുള്ളത്. ഇൻ ഡബിൾ എൻഡഡ് ഓപ്പറേഷൻ ദ ടു ഇൻപുട്സ് ആർ അപ്ലൈഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഇൻപുട്ട് റിസൾട്ടിങ് ഇൻ ഔട്ട്പുട്ട് ഫ്രം ബോത്ത് കളക്ടേഴ്സ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഓഫ് ദ സിഗ്നൽ. അപ്പോൾ ഇവിടെ ഡബിൾ എൻഡഡിൽ നമുക്ക് രണ്ട് രീതിയിൽ പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ സർക്യൂട്ടിൽ ഒരേ സിഗ്നൽ തന്നെ ആണ് നോൺ ഇൻവേർട്ടിങ്ങിലും ഇൻവേർട്ടിങ്ങിലും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഡബിൾ എൻഡഡ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണ് ഇത്. രണ്ടിലേക്കും രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ എൻഡഡ് ആണ് എങ്കിൽ എങ്ങനെയാണ് വരിക എന്നതിൻ്റെ ഡയഗ്രമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിഗ്നൽ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, രണ്ട് ടെർമിനലിലേക്ക് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെ കോമൺ മോഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കാം. കോമൺ മോഡ് ഓപ്പറേഷൻ ദ കോമൺ ഇൻപുട്ട് സിഗ്നൽ റിസൾട്ട്സ് ഇൻ ഓപ്പോസിറ്റ് സിഗ്നൽസ് അറ്റ് ഈച്ച് കളക്ടർ. ദീസ് സിഗ്നൽസ് ക്യാൻസലിംഗ് സോ ദാറ്റ് ദ റിസൾട്ടിംഗ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് 0. പക്ഷെ പ്രാക്ടിക്കലി ഒരു സ്മോൾ സിഗ്നൽ ഉണ്ടാകും. ഇതാണ് കോമൺ മോഡ് കണക്ഷൻ. നിങ്ങൾക്ക് രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഇൻപുട്ട് സിഗ്നലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കോമൺ മോഡ് ഓപ്പറേഷൻ്റെ സിമ്പലാണിത്. ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ഇൻ ഗെയിൻ ടു ദ കോമൺ മോഡ് ഗെയിൻ ഈസ് നോൺ ആസ് കോമൺ മോഡ് റിജക്ഷൻ. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ രണ്ട് ഇൻപുട്ടിലേക്കും സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് വിളിക്കാം. അതിൻ്റെ ഗെയിൻ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് വിളിക്കാം. ഒരേ സിഗ്നൽ തന്നെയാണ് രണ്ട് ഇൻപുട്ടിലേക്കും കൊടുക്കുന്നതെങ്കിൽ അതിനെ കോമൺ മോഡ് ഗെയിൻ എന്ന് വിളിക്കാം. ഇത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. Since noise is generally common to both inputs, the differential connection tends to provide attenuation of this unwanted signal. ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഗെയിൻ. ഇപ്പോൾ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മൂന്നും പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആൻഡ് ഇൻഫിനിറ്റ് ഗെയിൻ. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ മെയിൻ 3 ഫീച്ചേഴ്സ് ആണത്. അപ്പോൾ ഇത് എല്ലാ ആംപ്ലിഫയേഴ്സിനും ബാധകമാണ്, ഈ 3 ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്കൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു. ഇനി ഇതിൽ ഇൻപുട്ട് പാർട്ടിൽ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണുള്ളത്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ അതിൻ്റെ രണ്ട് ഇൻപുട്ട് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഡ്യുവൽ ഇൻപുട്ട് എന്ന് നമ്മൾ വിളിച്ചു. അതിൽ ഒന്നേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, സിഗ്നൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇൻപുട്ട് എന്ന് വിളിച്ചു. അപ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്നതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് എടുക്കുന്നുള്ളൂ എങ്കിൽ അതിനെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്നും, രണ്ട് ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്നും വിളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബേസിക്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ AC ആൻഡ് DC അനാലിസിസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.